ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവരും വിശേഷങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, നിങ്ങൾക്കിന്ന് യൂണിവേഴ്സ് തരുന്ന മോർണിംഗ് ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലത്തെ മോർണിംഗ് ഗൈഡൻസ് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്, നമ്മളിന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിവസമാണോ? നിങ്ങൾക്കിന്നൊരു ആദ്യം കിട്ടിയേക്കുന്നത് നമ്മുടെ ഗൈഡൻസ് എന്ന് പറയുന്നത്, ഇന്നത്തെ മോർണിംഗ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഏസ് ഓഫ് വാണ്ട് ആണ് കിട്ടിയേക്കുന്നത്. ഏസ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത് പുതിയൊരു തുടക്കമാണ്, പുതിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിന്ന് എന്തെങ്കിലും കൃഷി സംബന്ധമായ രീതിയിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾ വിത്ത് വിതയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ ചെയ്യാനുള്ള നല്ലൊരു സമയമാണിന്ന്. അതുപോലെ നിങ്ങൾ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊന്ന് കല്ലിടാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് നല്ല സമയമാണ്. നിങ്ങൾ പുതിയ ഒരു വർക്ക്, ഒരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് നല്ല സമയമാണിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ദിവസമാണ് നമുക്ക് കാണുന്നത്. നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടാകുന്നത്, നല്ല ഗ്രോത്ത് ഉണ്ടാകും, നല്ല വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഏസ് ഓഫ് വാണ്ട് പറയുന്നത്. അപ്പോൾ നമുക്കടുത്ത ഒരു കാർഡൂടെ നോക്കാം. അപ്പോൾ അടുത്ത നമുക്ക് കിട്ടിയേക്കുന്നത് 7 ഓഫ് വാണ്ടാണ് കിട്ടിയേക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കരുത് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കല്ലേ, ഒന്നിൽ മാത്രം നിങ്ങളിങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കരുത്. നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പല പ്രയോറിറ്റികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വെല്ലുവിളി പോലെ ഇത് മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള രീതിയിലാണ് ഇപ്പം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് പാടില്ല. അതായത് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കതിനകത്ത് പല വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വെല്ലുവിളികളെ എല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ് നമുക്കിന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒന്നിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്, നമ്മൾ പല കാര്യങ്ങളിലേക്കും പോകണം. നമ്മളിപ്പം ബിസിനസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് മാത്രമല്ല, അതിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ വേറെ എന്തെങ്കിലും ജോലി, ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റ് പല ജോലികളും ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതികളിലേക്ക് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ പല കാര്യങ്ങളിലേക്കും മൂവ് ഓൺ ചെയ്ത് വിടണം എന്നാണ് പറയുന്നത്. ഒന്നിൽ തന്നെ ഇന്ന് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത് എന്നാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് നമുക്ക് കിട്ടിയേക്കുന്നത് 6 ഓഫ് സോഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6 ഓഫ് സോഡ് പറയുന്നത് തന്നെ നിങ്ങൾക്കിന്ന് പുതിയൊരു യാത്രയുണ്ടാകും. നിങ്ങൾക്ക് അല്ലെങ്കിൽ പഴയ വേദനകളോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചതായിട്ടുള്ള പഴയ കാര്യങ്ങൾ പലതും നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതിനെയെല്ലാം നിങ്ങൾ കളഞ്ഞിട്ട് പുതിയ ഒരു സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരിക്കും, ചിലപ്പം ഏതെങ്കിലും വിദേശത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വേറൊരിടത്തേക്കായിരിക്കും. നിങ്ങൾക്കൊരു യാത്ര തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ യാത്രയുടെ അവസാനം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്, നിങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ജോലി സ്ഥലമായിരിക്കാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരുപക്ഷെ പ്രൊമോഷൻ കിട്ടിയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയോ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പോയാലും നിങ്ങൾ ആ ചെല്ലുന്നിടത്ത് ഭയങ്കര വിശാലമായിരിക്കും കേട്ടോ. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു യാത്രയുണ്ട്, നിങ്ങളുടെ പഴയ കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും, പാസ്റ്റ് ലൈഫിൽ ഉണ്ടായതും എല്ലാം ഉണ്ടാകും. അപ്പോൾ അതിനെയെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു മൈൻഡിലേക്ക് വരുവാണ്. ന്യൂ ബിഗിനിങ് ആണ്, പുതിയൊരു തുടക്കത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നതും നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോകാം, അല്ലെങ്കിൽ വീട് വിട്ടു പോകാം, നിങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു വാടക വീട് അന്വേഷിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സ് മാറാൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ പഴയ വേദനകളും എല്ലാം കളയാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമാണ് നിങ്ങൾക്കിന്ന് യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെല്ലുന്നിടത്ത് എന്തായാലും നിങ്ങൾക്ക്
നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു ദിവസമായിരിക്കും എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കൊരു ഏഞ്ചൽ കാർഡ് കൂടി നോക്കാം. ഏഞ്ചൽസിന് എന്താണ് നമ്മളോട് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏഞ്ചൽസ് തന്നേക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവാണ്. നമ്മൾ ക്ലാരിറ്റി അല്ലെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നുവെങ്കിൽ അതിനകത്ത് നല്ല പോലെ ഒരു ആശയവിനിമയം ഉണ്ടാകണം, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകണം, അത് ക്ലിയർ ആയിട്ടായിരിക്കണം. നിങ്ങളിപ്പം പുതിയ ഒരു ജോലി അല്ലെങ്കിൽ പുതിയൊരു കൃഷിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ പരസ്പരം സംസാരിച്ച് അതിനകത്ത് ആശയവിനിമയം ഉണ്ടാകണം, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകണം, ഒരു ക്ലിയർ ആവണം കാര്യങ്ങൾ. അങ്ങനെ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും പോകാനായിട്ട് വേണ്ടത്. നിങ്ങൾ പുതിയൊരു സ്കില്ല് രൂപപ്പെടുത്താനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളൊരു യാത്രയോ തുടങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ആശയവിനിമയം രണ്ടുപേരും തമ്മിൽ ഉണ്ടാകണം, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകണം. മനസ്സിലായില്ല? അതൊന്ന് ക്ലിയർ ആക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുതിയ എന്തിനു വേണ്ടിയും തുടങ്ങാനായിട്ട് പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കേട്ടിട്ട് നിങ്ങൾ എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. നല്ല രീതിയിൽ പല കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ വീട് വെക്കാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കാനോ കച്ചവടത്തിനായിട്ടൊക്കെ ആലോചിക്കുമ്പം പലരുമായിട്ട് നിങ്ങളത് ആലോചിക്കണം. അവിടെ നല്ല സ്ഥലമാണോ, അല്ലെങ്കിൽ അവിടെ കച്ചവടം ചെയ്യാൻ നല്ലതാണോ, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോയാൽ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള യാത്രയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നല്ല വിസയാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. പലരുമായിട്ടും അന്വേഷിച്ച് ആശയവിനിമയം നടത്തി നിങ്ങൾ സംസാരിച്ച് ഒരു ക്ലാരിറ്റി, അതായത് നിങ്ങളുടെ ഒരു മൈൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകണം, ഒരു ക്ലിയർനെസ് ഉണ്ടാകണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാവുള്ളൂ എന്നാണ് നമുക്കിന്ന് ഏഞ്ചൽസും പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കാനായിട്ടും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസവുമായിട്ട് റെസനേറ്റ് ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. താങ്ക്